ഹായ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഓഗസ്റ്റ് 14-ാം തീയതി പൊളിറ്റിക്കോ എന്ന് പറഞ്ഞൊരു മാഗസിൻ അല്ല, ഒരു ഓൺലൈൻ പോർട്ടലാണ്. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ പുറത്തുവിട്ടേക്കാണ്. സൗദി ക്രൗൺ പ്രിൻസ്, സൗദി രാജകുമാരൻ എന്ന് പറയുമ്പം ഡിഫാക്റ്റോ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് സൗദി കിങ് ആയിട്ടില്ല. സൗദി കിങ് ഇപ്പോഴും MBS എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. ഇദ്ദേഹത്തെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കിങ്. അത് പുറം ലോകത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇപ്പോഴും ഹെൽത്തി ആയിട്ട് ഭരണം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിലാണോ എന്നുള്ളത് അറിയില്ല. ബട്ട് ഇദ്ദേഹം ലൈം ലൈറ്റിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും സൗദിയുടെ ക്രൗൺ പ്രിൻസ് എന്നറിയപ്പെടുകയും ഈ ഭരണകാര്യങ്ങളെല്ലാം എപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ 14-ാം തീയതി ഓഗസ്റ്റ് 14-ന് ഈ പൊളിറ്റിക്കോ എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ പുറത്തിട്ടൊരു കോളം റിപ്പോർട്ട് അനുസരിച്ച് സൗദി ക്രൗൺ പ്രിൻസ് തന്നെ, ഇദ്ദേഹം തന്നെ ഈ സൗദി വിസിറ്റ് ചെയ്ത ചില US കോൺഗ്രസ്മെൻ അല്ലെങ്കിൽ US കോൺഗ്രസ്സിലുള്ള ചില ആൾക്കാരുടെ അവിടുത്തെ ലെജിസ്ലേറ്റേഴ്സിനോട് ഇദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവന ഭീഷണിയുണ്ട്. അതായത് സൗദി ക്രൗൺ പ്രിൻസ് ഈസ് ടോക്കിംഗ് അബൌട്ട് an അസാസിനേഷൻ പറഞ്ഞാൽ ഉന്നത തലത്തിലുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ ഭരണ തലപ്പത്തുള്ള നേതാക്കളെ കൊല്ലുന്നതിനാണ് അസാസിനേഷൻ നമ്മൾ സാധാരണ പറയാനുള്ളത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവന് ത്രെട്ടുണ്ട്. ഈ ത്രെട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പല കാരണങ്ങളാണ്. പല കാരണങ്ങൾ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഈ ത്രെട്ട് എവിടെ നിന്നാണ് സാധാരണ ഉണ്ടാകുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ലീഡേഴ്സിൻ്റെ, മിഡിൽ ഈസ്റ്റിലുള്ള ലീഡേഴ്സിൻ്റെ ഒക്കെ ലൈഫിന് ത്രെട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഇസ്ലാമിസ്റ്റ്, ഹാർഡ് കോറായിട്ടുള്ള ഇസ്ലാമിസ്റ്റ്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ അല്ലെങ്കിൽ മിലിറ്റൻസിൻ്റെ ഭാഗത്തുനിന്ന്, ടെററിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ആയിരിക്കും ത്രെട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൗദി ക്രൗൺ പ്രിൻസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1981 ഈജിപ്തിൻ്റെ ലീഡറായിട്ടുള്ള അൻവർ സദാത്ത് എങ്ങനെ കൊല ചെയ്യപ്പെട്ടോ. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും സൗദിക്ക് വളരെ കാലമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള പ്രഷറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സമ്മർദ്ദമുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കൂടുതൽ സൗഹൃദപരമാക്കുവാനും നോർമലൈസ് ചെയ്യാനും, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റായിട്ട് അംഗീകരിക്കാനും ഒക്കെ ഉള്ളൊരു പ്രഷർ സൗദിയുടെ മേലും മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മേലും അമേരിക്കയുടെ പ്രഷറുണ്ട്. അപ്പോൾ ഈജിപ്റ്റ്, ജോർദൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് എല്ലാം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം UAE ഏകദേശം ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സൗദി ഇപ്പോഴും ഒഫീഷ്യലി ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ നോർമലൈസ് ചെയ്യാനുള്ളൊരു ഹ്യൂജ് പ്രഷർ സൗദിയുടെ മുകളിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രഷറിന് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമ്മർദ്ദത്തിന് സൗദി വഴങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭരണത്തിലിരിക്കുന്ന നേതാവിന്, ലീഡറിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിന് ത്രെട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പം മിഡിൽ ഈസ്റ്റിലുള്ള ഇതുപോലുള്ള പ്രത്യേകിച്ച് സൗദി, UAE, ഖത്തർ അല്ലെങ്കിൽ മറ്റ് ജോർദാൻ, ഈജിപ്റ്റ് ഇതുപോലുള്ള രാജ്യങ്ങളിലെ ലീഡേഴ്സ് എപ്പോഴും നേരിടുന്ന രണ്ട് ധ്രുവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സഖ്യവും മറുഭാഗത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുമാണ്. അപ്പം ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള അധികാര കേന്ദ്രങ്ങളെയും അല്ലെങ്കിൽ ശക്തികളെയും ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് എപ്പോഴും മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അമേരിക്കയോടും ഇസ്രായേലിനോടും കൂടുതൽ താല്പര്യങ്ങൾ കാണിക്കുന്ന മിഡിൽ ഈസ്റ്റ് ലീഡേഴ്സിന് ഈ പറഞ്ഞ രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ത്രെട്ടുകളും ഭീഷണികളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക് മിലിറ്റൻസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാറുണ്ട്.
അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകാറുണ്ട്. അപ്പോൾ അൻവർ സദത്തിൻ്റെ ഉദാഹരണം അത് തന്നെയാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ ലീഡറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നാസറിന് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ജീവന് അദ്ദേഹത്തിൻ്റെ ലൈഫിന് നേരെ അസാസിനേഷൻ അറ്റംപ്റ്റുകൾ അല്ലെങ്കിൽ ഭീഷണികൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ നമുക്ക് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ അമേരിക്ക ഇസ്രയേൽ ഒരിക്കലും പലസ്തീനിയൻ സ്റ്റേറ്റിന് വേണ്ടി സമ്മതിക്കുന്ന ഒരു വിഷയമില്ല. പാലസ്തീൻ ഒരു സ്റ്റേറ്റ്ഹുഡ് അല്ലെങ്കിൽ ഒരു രാജ്യമായി പരിഗണിച്ചുകൊണ്ട് പാലസ്തീൻ ഇസ്രയേൽ ഒരു നെയ്ബറിങ് രണ്ട് രാജ്യമായിട്ട് നിൽക്കുക എന്നുള്ളത് ഇസ്രയേൽ ഒരിക്കലും ഇതുവരെ സമ്മതിച്ചിട്ടില്ല, പാലസ്തീൻ ഒരു സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുവാൻ. അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ പ്രഷർ ചെയ്ത് സമ്മർദ്ദം ചെലുത്തി പാലസ്തീൻ ഒരു സ്റ്റേറ്റ്ഹുഡ് അല്ലെങ്കിൽ പാലസ്തീൻ ഒരു സ്റ്റേറ്റായിട്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സൗദിയുടെ മേലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് മിലിറ്റൻസിൻ്റെ സൗദി ലീഡേഴ്സിന് നേരെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും അതുവഴി അദ്ദേഹത്തിൻ്റെ ലൈഫിനത് ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഈ ഇത്രയും നാൾ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെ ഡോമിനൻ്റ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ഡെമോഗ്രാഫിയുടെ ഒരു ലീഡർഷിപ്പ് സൗദിയുടെ പക്കലായിരുന്നു. അപ്പം തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന മുസ്ലിം പോപ്പുലേഷൻസിൻ്റെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ആസ് എ ലീഡർ സൗദിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ സൗദി തീർച്ചയായിട്ടും ഈ ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്ത് ഇസ്രായേലുമായിട്ടുള്ള ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗദിക്ക് പാലസ്തീൻ എന്നുള്ള ഒരു വിഷയം മറക്കേണ്ടി വരികയും ഒരിക്കലും പിന്നെ പാലസ്തീൻ ഒരു സ്റ്റേറ്റ്ഹുഡ് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിസ്റ്റിൻ്റെ മിലിറ്റൻ്റ് ഇസ്ലാമിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും കൂടുതൽ വളരെ അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ സമ്മർദ്ദപരമായിട്ടുള്ള ഒരു പ്രത്യാക്രമണത്തിന് സാധ്യത ഉണ്ടാകുകയും സൗദിയുടെ തലപ്പത്തിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പ്രത്യേകിച്ച് കിങ്സ് അല്ലെങ്കിൽ പ്രിൻസിനൊക്കെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിന് ത്രെട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ പൊളിറ്റിക്സ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് മിഡിൽ ഈസ്റ്റ് രാജ്യത്തെ ലീഡറും ഇസ്രയേലുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മിലിറ്റൻ്റ് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വളരെയധികം കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ സാഹചര്യം ഇല്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പം ഈ വിസിറ്റിംഗ് കോൺഗ്രസിൻ്റെ അതായത് അമേരിക്കൻ ഈ കോൺഗ്രസിൽ നിന്നുള്ള മെമ്പേഴ്സിനോട് സൗദി പ്രിൻസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇൻ ഡേഞ്ചർ എന്നാണ്. കാരണം യു എസും ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് ബന്ധം സൗദി ഇസ്രായേൽ ടൈസ് ബന്ധങ്ങൾ കൂടുതൽ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോർമലൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ സൗദി പ്രിൻസിൻ്റെ ലൈഫിന് ഡേഞ്ചർ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അൻവർ സദാത്തിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇസ്രായേലുമായിട്ട് ഇസ്രായേൽ ഈജിപ്റ്റ് ബന്ധങ്ങൾ നോർമലൈസ് ചെയ്തതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നു എന്നാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അൻവർ സദാത്തിനെതിരെ ഉണ്ടായിട്ടുള്ള അസാസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മിലിറ്റൻ്റ് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യു എസിന് ആ സമയത്ത് അൻവർ സദാത്തിൻ്റെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ തൻ്റെ ലൈഫിനെയും അമേരിക്കയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനകത്തിൽ എന്താണ് ഉറപ്പ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ പാലസ്തീനിയൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പാലസ്തീൻ ഒരു സ്റ്റേറ്റായിട്ട് ഇസ്രായേൽ ഡിക്ലെയർ ചെയ്യാത്തിടത്തോളം കാലം സൗദി ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് ദൃഢമാക്കാനോ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാനോ പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഈ മിലിറ്റൻ്റ് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ പറഞ്ഞ സൗദി പ്രിൻസിൻ്റെ ഒരു ഭാഗം
അതുപോലെ തന്നെ അമേരിക്ക തീർച്ചയായിട്ടും സൗദിയെ കൂടുതൽ പ്രഷർ ചെയ്യുന്നുണ്ട്, കാരണം ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളെ കൂടുതൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് അങ്ങനെ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്യുക, ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ അമേരിക്ക സൗദിക്ക് ഓഫർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ഇപ്പോഴുണ്ട്. അമേരിക്കയുടെ സെക്യൂരിറ്റിയുടെ ബേസിലാണ് സൗദി ശരിക്കും പറഞ്ഞാൽ നിലനിൽക്കുന്നത് തന്നെ. കാരണം വേൾഡ് വാർ രണ്ടിന് ശേഷം ഉം, സൗദി ഓയിലിന് പകരം അമേരിക്ക സൗദിക്ക് ഫുൾ സെക്യൂരിറ്റി പാക്കേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സൗദിയുടെ പ്രൊട്ടക്ഷൻ അമേരിക്കയുടെ കൈകളിൽ കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ സെക്യൂരിറ്റിയെ കൂടുതൽ സെക്യൂരിറ്റി ഗ്യാരണ്ടിക്ക് കൂടുതൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി കൂടുതൽ ശക്തിപ്പെടുത്താനും, അതുപോലെ തന്നെ സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം സൗദി കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാമല്ല, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള അണുകേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള പ്രോഗ്രാംസിന് അമേരിക്കയുടെ സഹായം കുറേ നാളായിട്ട് സൗദി തേടുന്നുണ്ട്. അത് UAE അത് നേടിയെടുത്തു. കാരണം UAE ഇസ്രയേലുമായിട്ടുള്ള റിലേഷൻസ് നോർമലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും അങ്ങനെയുള്ളൊരു പിന്നെ ഹെൽപ്പ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജിയിൽ, പ്രത്യേകിച്ച് ടെക്നോളജിയിൽ, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈടെക് ഏരിയാസിലൊക്കെ കൂടുതൽ അമേരിക്കൻ ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. സൗദി ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യുകയോ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ, കാരണം സൗദിയും ചൈനയുമായിട്ടുള്ള റിലേഷൻസ് ഈ അടുത്ത കാലത്ത് വളരെ കൂടുതൽ ശക്തിപ്പെട്ടു വരികയും കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ശക്തിപ്പെട്ടു വരുന്ന ബന്ധത്തിന് കൂടുതൽ ലിമിറ്റേഷൻസ് സൗദി അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് പിവോട്ടാണ്. ഒന്ന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, രണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധം കുറയ്ക്കുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക. അപ്പം അത് ഈ രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പ്രഷർ, സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സൗദിയുടെ മുകളിലുണ്ടെന്നുള്ള കാര്യം വളരെ പ്രകടമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സൗദിക്ക് ഒരിക്കലും ഇസ്രായേലിനോടോ അമേരിക്കയോട് ബാർഗെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം പാലസ്തീനിയൻ സ്റ്റേറ്റിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൗദി ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള MBSന്റെ ലൈഫിൽ അസാസിനേഷൻ ത്രെട്ട് അല്ലെങ്കിൽ ലൈഫ് ത്രെട്ട് ഉണ്ടാകും എന്നുള്ളൊരു വിഷയം മുന്നോട്ട് വെച്ചിട്ടാണ് സൗദി ക്രൗൺ പ്രിൻസ് ഈ കോൺഗ്രസ് ലെജിസ്ലേച്ചേഴ്സിന് അല്ലെങ്കിൽ കോൺഗ്രസ്മെന്നോട് സംസാരിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ ഒരിക്കലും പാലസ്തീനിനെ ഒരു സ്റ്റേറ്റ്, പാലസ്തീനിനെ ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റായിട്ട് പരിഗണിക്കുന്നതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് കടുത്ത എതിർപ്പ് ചിരകാലമായിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം സൗദിയെ സംബന്ധിച്ച് അവർ ഇപ്പം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടക്കാണ്. കാരണം ഒരിക്കലും സൗദി മീൻസ് സൗദി ലീഡർഷിപ്പാണ്, ടോപ്പ് ലീഡർഷിപ്പ്. അപ്പം പാലസ്തീനു വേണ്ടി കൂടുതൽ അവർ അഗ്രസീവായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെറുപ്പും അല്ലെങ്കിൽ വൈരാഗ്യവും അവർക്ക് നേരിടേണ്ടി വരും. ഇനി മറിച്ചാണെങ്കിൽ സൗദി ഈ ഇസ്രായേലുമായിട്ട് റിലേഷൻസ് നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ ബാർഗെയിനെ അവർ സമ്മതം മൂളി ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് കൂടുതൽ നോർമലൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ മറുഭാഗത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ പ്രതികരണത്തിനും ഒരു പാത്രമാകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തിൽ കൂടെയാണ് സൗദി പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം കൂടെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിനെ തീർച്ചയായിട്ടും എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളൊരു വിഷയം സൗദിയെ അലട്ടുന്നുണ്ട്. സൗദി മീൻസ് ടോപ്പ് ലീഡർഷിപ്പ്, സൗദിയുടെ ടോപ്പ് ലീഡർഷിപ്പ്, എസ്പെഷ്യലി ക്രൗൺ പ്രിൻസ് MBS എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ അല്ലാതെ തന്നെ അദ്ദേഹം ഈ ഭരണതലപ്പത്തേക്ക് വന്നന്ന് മുതൽ തീർച്ചയായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള ഒത്തിരി
പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ അവിടെ നിലനിന്നിരുന്ന പല റിലീജിയസ്, സോഷ്യൽ ആയിട്ടുള്ള കൺവെൻഷൻസ് എല്ലാം ചേഞ്ച് ചെയ്യുകയും ഒത്തിരി അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ, ബന്ധുക്കളെയൊക്കെ സൗദി അൽ സൗദ് ഫാമിലുള്ള അല്ലെങ്കിൽ സൗദി റോയൽ ഫാമിലുള്ള പലരെയും വെറുപ്പിച്ചുകൊണ്ട് അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് ക്ലറിക്സിനെയൊക്കെ, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇസ്ലാമിക് ക്ലറിക്സിനെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടുള്ള പല സാമൂഹ്യ പരിവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇന്റേണലായിട്ടും ആന്തരികമായിട്ടും അദ്ദേഹത്തിന് ഒത്തിരി എതിർപ്പുകളും അല്ലെങ്കിൽ ഭീഷണികളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ വളരെ ചെറുപ്പമായിട്ടുള്ള ഈ സൗദി ക്രൗൺ പ്രിൻസ് ഇനിയും ഒരു കിങ് ആകുകയാണെങ്കിൽ തന്നെ എത്രത്തോളം മുന്നോട്ട് അദ്ദേഹത്തിന് വളരെ സ്മൂത്തായിട്ട് ഭരണം കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം ഉറപ്പാക്കാൻ വരുത്തുമെന്നുള്ള കാര്യത്തിൽ ഇതിനെക്കുറിച്ച് പിന്നെ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഇപ്പം നമ്മൾ ഈ കേട്ടിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആദ്യം തന്നെ ഇത് ഈ ഏത് രാജ്യം ഇസ്രായേലുമായിട്ട് ബന്ധം കൂടുതൽ സൗഹൃദപരമാക്കുന്നു ആ രാജ്യത്തിൻ്റെ ലീഡർഷിപ്പിനെല്ലാം വളരെ ശക്തമായിട്ടുള്ള പിന്നെ ഭീഷണികൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം സംശയമില്ല. അത് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ കൂടെ നമുക്ക് കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് നമുക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിട്ടൊരു വ്യക്തിയാണ്, ഭരണതലപ്പത്ത് വളരെ എക്സ്പീരിയൻസും കുറവാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ എന്താണ് പറയുന്നത്, ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റീജിയണൽ പൊളിറ്റിക്സ് എങ്ങനെ മാനേജ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും പാലസ്തീനിന് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ പാലസ്തീന് രാജ്യമായി അംഗീകരിച്ച് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ സൗദി അത് മറന്നിട്ട് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ബന്ധം സുദൃഢമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സൗദി ക്രൗൺ പ്രിൻസിൻ്റെ ജീവന് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനും സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടൊരു വാർത്ത മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചുള്ളത്. ഓക്കെ.